തെറ്റിപ്പോയി, അല്ലാഹുവേ എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ എന്ന രീതിയിൽ പെട്ടെന്ന് അവൻ തൗബ ചെയ്യും. ഒരു മോശപ്പെട്ട പ്രവർത്തനം മനുഷ്യ സഹജമാണ്, തെറ്റുകൾ വരും. തെറ്റ് ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല, തെറ്റുണ്ടാവും. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനോട് സമ്മതം വാങ്ങിയതാണ്, നിന്റെ അടിമകളെ ലോകാവസാനം വരെ ഞാൻ പഠിപ്പിക്കുമെന്ന്. അല്ലാഹുവിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞതാണ്, അല്ലാഹുവേ ലോകാവസാനം വരെയുള്ള നിന്റെ അടിമകളെ ഞാൻ പഠിപ്പിക്കും. അല്ലാഹു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് മറുപടി കൊടുത്തത് എന്താണെന്നറിയോ? ലോകാവസാനം വരെ എന്റെ അടിമകൾക്ക് ഞാൻ പുറത്തു കൊടുക്കുകയും ചെയ്യും. അവന്റെ മഗ്ഫിറത്ത് എത്ര വിശാലമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനോട് നിന്റെ അടിമകളെ ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് പറഞ്ഞത്, എന്നാൽ നീയൊന്ന് കേട്ടുകൊള്ളണം, ലോകാവസാനം വരെയുള്ള എന്റെ അടിമകൾക്ക് അവരുടെ തെറ്റുകൾക്ക് ഞാൻ പുറത്തു കൊടുക്കും. ആരാണ് ഇത്ര കാരുണ്യമുള്ളവരുണ്ടാവുക? എത്ര വലിയ തെറ്റ് ചെയ്താലും ചേർത്ത് പിടിക്കാൻ തയ്യാറാണ് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു. ഒരാളെയും സമൂഹത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് നീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമുക്ക് അവകാശമില്ല. എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും കാരുണ്യവാനായ അല്ലാഹു അവരെ ചേർത്ത് പിടിക്കുന്നില്ലേ? പിന്നെ അവന്റെ അടിമകളായ നമ്മൾ എന്തിനാണ് ആളുകളെ മാറ്റി നിർത്തുന്നത്? ഒരാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവനൊരു കള്ള് കുടിച്ചു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവനൊരു വ്യഭിചാരം ചെയ്ത് മോശപ്പെട്ട തെറ്റ്, അത് മോശം തന്നെയാണ്, വലിയ ശിക്ഷ ലഭിക്കുന്ന കുറ്റം തന്നെയാണ്, അല്ലാഹുക്ക് വെറുപ്പുണ്ടാക്കുന്ന പ്രവർത്തനം തന്നെയാണ്. പക്ഷേ അവൻ ആ ചെയ്തതിന്റെ പേരിൽ നന്നാവണം എന്ന് അവന് പോലും ചിന്ത കൊടുക്കാത്ത വിധത്തിൽ സമുദായത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മൾ ഒരുമിച്ച് കൂടുന്ന എല്ലായിടത്തു നിന്നും അവനെ മാറ്റി നിർത്താൻ നമുക്ക് ആരാണ് സമ്മതം തന്നിട്ടുള്ളത്? അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, അവന്റെ മഗ്ഫിറത്തും വിശാലമാണ്. എന്റെ അടിമ എത്രത്തോളം തെറ്റ് ചെയ്താലും അവന്റെ എല്ലാ ദോഷങ്ങളും ഞാൻ പൊറുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന കാരുണ്യവാനായ അല്ലാഹു ആ രൂപത്തിൽ പെരുമാറുമ്പോ സൃഷ്ടികളായ നമ്മൾ അതിനെ എന്തിനാണ് ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുന്നത്? അല്ലേ? നമ്മുടെ സമുദായത്തിലുണ്ടാവും ഒരു നാട്ടില് വിവരദോഷം കൊണ്ടോ മറ്റോ ഒരാളൊരു തെറ്റ് ചെയ്തു, നമ്മളെ കുടുംബത്തിൽ